Good morning, students. Today we are going to discuss the chapter Protectors of Biosphere. This is the first chapter in your biology textbook, the Protectors of Biosphere. You have heard about the global warming. It is a dangerous phenomenon which leads to the rise in Earth's temperature. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫിനോമിനയാണ് വിച്ച് ലീഡ്സ് ടു റൈസ് ഇൻ എർത്ത് ടെമ്പറേച്ചർ. ദ മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. So, how do we regulate or control the level of carbon dioxide in the atmosphere? This is the main area focus in the chapter of Protectors of Biosphere. Next, we are going to analyze the term oxygen-carbon dioxide balance in the atmosphere. Why doesn't the level of oxygen in the atmosphere decrease? എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ അളവ് കുറയാതെ നിൽക്കുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ. നമുക്ക് കാണാൻ പറ്റും ദ പ്ലാന്റ്സ് അബ്സോർബ് ദ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ്. This glucose is absorbed by animals and animals kept for respiration. And among these respirations, animals release atmospheric carbon dioxide. Then again this carbon dioxide is utilized by plants. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആര് ഉപയോഗിക്കുന്നുണ്ട്? പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? ആനിമൽസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആനിമൽസ് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാണ്? റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ്. അങ്ങനെ റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ റിലീസ് ചെയ്യുകയും ആ ഓക്സിജൻ ആനിമൽസ് ഉപയോഗിച്ച് എന്തിനുപയോഗിക്കുന്നു? റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ആനിമൽസിൽ നിന്ന് റെസ്പിറേഷൻ വഴി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് വീണ്ടും ആര് ഉപയോഗിക്കുക ചെയ്യുക? പ്ലാന്റ്സ് ഉപയോഗിക്കുക ചെയ്യുക. അപ്പോൾ വൈ ഡസിൻറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസ്? എന്തുകൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് കുറയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഓക്സിജൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രക്രിയ എങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കുന്നത് വഴി എന്ത് ചെയ്യുന്നു? ഓക്സിജൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വൈ ഡസിൻറ്റ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസ്? എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഓൾവേസ് യൂട്ടിലൈസ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ പ്രിപ്പയറിങ് ദെയർ ഫുഡ്, ഫോർ പ്രിപ്പയറിങ് സർട്ടൻ ആക്ടിവിറ്റീസ്. Which process in plants regulate the level of oxygen and carbon dioxide in the atmosphere? അങ്ങനെ ഏത് പ്രോസസ്സാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ദാറ്റ് റെഗുലേറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലിനെ അല്ലെങ്കിൽ ഓക്സിജൻ്റെ ലെവലിനെ അറ്റ്മോസ്ഫിയറിൽ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. വാട്ട് ആർ ദ മെയിൻ പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ലീവ്സ്? വാട്ട് ആർ ദ മേജർ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ലീവ്സ്? അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ നോക്കാം. യു നോ ദാറ്റ് ക്ലോറോഫിൽ ഇംപാക്ട്സ് ഗ്രീൻ കളർ ടു ദ പ്ലാന്റ് പാർട്സ്. അപ്പോൾ നമുക്കറിയാം ഗ്രീൻ കളർ കൊടുക്കുന്നത്, പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ലോറോഫിൽ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. What are different parts present in the structure of chloroplast? First part is known as a double layered membrane. Then second part is the stroma. Stroma is the fluid part of the chloroplast. Chloroplast in the fluid part ആയിട്ട് വരുന്നതാണ് stroma. Then third part is known as grana. Grana is the membranous sac present in the structure of chloroplast. ക്ലോറോപ്ലാസ്റ്റിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രാന. ലൈക്ക് ദ കാരം കോയിൻ ഇങ്ങനെ അട്ടിക്കിട്ട പോലെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഗ്രാന. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ദ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഇതിൻ്റെ സ്ട്രക്ചർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഫസ്റ്റ് ടൈമിന് ഇതിൻ്റെ സ്ട്രക്ചർ തന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് ദ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്.
It occurs not only in leaves but in regions where chloroplast is present. അത് ലീവ്സിൽ മാത്രമല്ല എവിടെയൊക്കെ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട്. സോ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് photosynthesis occurs not only in leaves where the region where our chloroplast is present. Then the pigments that absorb sunlight are found in the grana of chloroplast. നമുക്കറിയാം ഗ്രാന എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ക്ലോറോപ്ലാസ്റ്റിൽ, ക്യാരം കോയിൻ അട്ടിക്കിട്ട പോലെ കാണപ്പെടുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ദ പിഗ്മെൻറ്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഗ്രാനയിലാണ് എന്ത് ചെയ്യുന്നത്, ദ പിഗ്മെൻറ്റ്സ് ആർ പ്രസൻറ്റ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പിഗ്മെൻറ്റ്സ്? ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ക്ലോറോഫിൽ എ, സെക്കൻഡ് വൺ ഈസ് ക്ലോറോഫിൽ ബി, തേർഡ് വൺ carotene, and fourth one xanthophyll. These are the pigments present in the grana. What are the pigments in chloroplast? Chlorophyll A, chlorophyll B, carotene, and xanthophyll are the pigments present in the grana. And what are the activities of these pigments? All these pigments can absorb sunlight. എല്ലാ pigments എന്ത് ചെയ്യുന്നു, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. But chlorophyll A can participate directly in photosynthesis. പക്ഷേ ക്ലോറോഫിൽ എക്ക് ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ക്ലോറോഫിൽ എക്ക് മാത്രമേ പറ്റുള്ളൂ. ഓൾ അതർ പിഗ്മെൻറ്റ്സ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ടു ദ ക്ലോറോഫിൽ എ. മറ്റുള്ള എല്ലാ പിഗ്മെൻറ്റ്സും എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ക്ലോറോഫിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഹെൻസ് ദേ ആർ കോൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ്. അതറിയപ്പെടുന്നത് ആക്സസറി പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ സഹായക വർണ്ണങ്ങളാണ്. അപ്പോൾ പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്താ നമുക്കറിയാം, ഏതാണ്? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്. Stroma is the fluid part and grana is the membranous sac. Then what are the pigments present in chloroplast? ഏതൊക്കെയാണ്? chlorophyll A, chlorophyll B, carotene, and xanthophyll are the pigments present in the chloroplast. Then what is the role of pigments in photosynthesis? Directly participated pigments is known as chlorophyll A. Then others are known as accessory pigments. They absorb light and transfer it to the chlorophyll A. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. അലോങ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഷുഡ് ആൾസോ റീച്ച് ദ ലീവ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടെ വാട്ടറും എന്ത് ചെയ്യണം, ലീവ്സിലോട്ട് എത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ലീവ്സിലോട്ട് വാട്ടറും എത്തണം. ഇനി എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ എത്തുന്നത്? ത്രൂ സ്റ്റൊമാറ്റ. വാട്ടർ ഈസ് റീച്ച്ഡ് ഫ്രം ദ ലീവ്സ്, അതായത് ലീവ്സിലോട്ട് എങ്ങനെ എത്തുന്നത്? ത്രൂ സ്റ്റൊമാറ്റ. ദെൻ സോയിൽ നിന്ന് എങ്ങനെയാണ് എത്തുന്നത്? ത്രൂ റൂട്ട് വഴി എന്ത് ചെയ്യുന്നു? ഫ്ലോയം വെസൽസ് വഴിയാണ് എന്ത് ചെയ്യണത്? ഇലകൾക്കുള്ളിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ നോക്കിയാൽ കാണാം. കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്? എങ്ങനെയാണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഫുഡും ഓക്സിജനൊക്കെ ചെയ്യും? നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റിന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇസ് നോൺ ആസ് ഗ്രാന ആൻഡ് സെക്കൻഡ് പാർട്ട് ഇസ് known as stroma. Then grana is occurred in light phase, then stroma occur in dark phase. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഡിവൈഡ് ഇൻ ടു ടു ഫേസസ്. രണ്ട് ഫേസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ലൈറ്റ് ഫേസ്, സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ഡാർക്ക് ഫേസ്. ലൈറ്റ് ഫേസ് ഈസ് ഒക്കർ ഇൻ ഗ്രാന ആൻഡ് ഡാർക്ക് ഫേസ് ഒക്കർ ഇൻ സ്ട്രോമ. ലൈറ്റ് ഫേസ് നടക്കുന്ന ഗ്രാനയിലാണ്, ഡാർക്ക് ഫേസ് നടക്കുന്ന സ്ട്രോമയിലാണ്. ഇനി ലൈറ്റ് ഫേസിന് എന്ത് വേണം? ലൈറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഡാർക്ക് ഫേസ് ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ദെൻ ലൈറ്റ് ഫേസിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ആൻഡ് ദ ഹൈഡ്രജൻ ഈസ് റീച്ചസ് ടു ദ സ്ട്രോമ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഈസ് റിലീസ്ഡ് ആൻഡ് ഹൈഡ്രജൻ റീച്ചസ് ടു ദ സ്ട്രോമ. ദെൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഡാർക്ക് ഫേസിൽ പറഞ്ഞത് വെച്ചാൽ എനർജി ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ATP ആൻഡ് കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു.
എന്നാൽ ലേറ്റ് ഫേസിൽ എന്ത് ചെയ്യണില്ല, എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അവിടെ ATP ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഡാർക്ക് ഫേസിൽ എന്ത് ചെയ്യുന്നില്ല, ATP ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് എന്നുള്ള കാര്യത്തിൽ പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം മുതൽ ഫൈനൽ ഇയർ എക്സാമിന്, ആനുവൽ എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ഇൻ ദ ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഓക്കെ അല്ലേ? എനിവേ, താങ്ക് യു.